ഹലോ ഫ്രണ്ട്സ്, ദളപതി വിജയുടെ ജന്മദിനം അനുബന്ധിച്ച് ജൂൺ 19-ാം തീയതി ജില്ല റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ജൂൺ 19-ാം തീയതി തന്നെ മെറസിലും റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി മൊത്തത്തിൽ അടിച്ചു തൂക്കിയ സിനിമയാണല്ലോ ബ്ലാസ്റ്റ്. സിനിമയുടെ 15 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് 13 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 25 കോടി 17 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4 കോടി രൂപയും ഓവർസീസിൽ നിന്ന് 14 കോടി രൂപയും അങ്ങനെ ആകെ മൊത്തം 15 ദിവസം കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് 63 കോടി രൂപയാണ്. ടൊവിനോ, നസ്രിയ എന്നിവർ ഒന്നിക്കുന്ന സിനിമയാണല്ലോ എൽ ക്ലാസിക്കോ. സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ മാസം തന്നെ റിലീസ് ഉണ്ടാകുമെന്ന് സിനിമയുടെ ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് എന്ത് നെഗറ്റീവ് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, പക്ഷേ ബോക്സ് ഓഫീസ് ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാംചരന്റെ പെഡി സിനിമയുടെ പുതിയ കളക്ഷൻ പോസ്റ്റർ വന്നിട്ടുണ്ട്. 366 കോടി രൂപയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമ തിയേറ്ററിൽ വിജയിക്കാൻ സാധ്യത ഒരു 50% ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുള്ളൂ. ബാക്കി കണ്ടറിയാം. തിയേറ്ററുകളിൽ വൻ വിജയമായി തീർന്ന ലാലേട്ടന്റെ ദൃശ്യം 3 OTT റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 18-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ പാൻ ഇന്ത്യൻ ഭാഷയിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. പൃഥ്വിരാജിന്റെ ഖലീഫ മൂവിയുടെ കുറച്ച് റൂമറുകൾ വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാം. സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ഉണ്ടായിരിക്കുമെന്നും ആ ഐറ്റം ഡാൻസിൽ അഭിനയിക്കുന്നത് കാജലാണെന്നുമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന റൂമർ. കൂടാതെ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐറ്റം ഡാൻസും സോങ്ങിന്റെയും ഷൂട്ട് ആരംഭിക്കുമെന്നാണ് റൂമർ വന്നിരിക്കുന്നത്. അപ്പോൾ റൂമർ കൺഫേം ആവണോ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. സിനിമ വാർത്തകളെല്ലാം 1.5 മിനിറ്റ് കൊണ്ടും ഷോർട്സ് ആയിട്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.